Welcome back to Albert Campus. I'm your history faculty Shehna Shireen. So നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് വേൾഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റിലെ ചൈനീസ് സിവിലൈസേഷൻ ആണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും ഒക്കെ ചർച്ചകൾ ചെയ്തു. സോ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചൈനീസ് സിവിലൈസേഷൻ, അതായത് ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ആൻഷ്യന്റ് കാലഘട്ടം മുതൽ ഇന്നും കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഓൾഡസ്റ്റ് കണ്ടിന്യൂസ് സിവിലൈസേഷൻ ആണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ എന്തായിരുന്നു? വൺ ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് കൂടിയാണ് ചൈനീസ് സിവിലൈസേഷൻ. പ്രധാനമായിട്ടും 4 സിവിലൈസേഷൻ ആണ് ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സിവിലൈസേഷന്റെയും ഏറ്റവും വലിയൊരു ഫീച്ചർ, അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലെ സിവിലൈസേഷൻസിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതെല്ലാം തന്നെ ഒറിജിൻ ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ റൈസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു റിവർ വാലിക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെ? അപ്പോൾ നമ്മൾ മെസോപ്പൊട്ടേമിയയിലാണെങ്കിലും ഈജിപ്ഷ്യനിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹാരപ്പയിലാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഏതെങ്കിലും ഒരു റിവർ വാലിയിലാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷനും ഡെവലപ്പ് ചെയ്തു വരുന്നത് യെല്ലോ റിവർ അതല്ലെങ്കിൽ ഹുവാങ്ഹെ റിവറിന്റെ വാലിയിലായിരുന്നു. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അവിടെ എന്ത് വേണം? ഒരു റിവർ വാലി വേണം. ആ റിവർ വാലി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാകുള്ളൂ? അവിടെ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുള്ളൂ, അവിടെ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ, അവിടെ ട്രേഡ് ഉണ്ടാവുകയുള്ളൂ, അല്ലെ? അപ്പോൾ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഏത്? ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു റീജിയണിലെ റിവർ വാലീസുകൾ അല്ലെങ്കിൽ റിവറുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നതും ഹുവാങ്ഹെ റിവർ അതല്ലെങ്കിൽ യെല്ലോ റിവറിന്റെ വാലിയിലായിരുന്നു ഈ ചൈനീസ് സിവിലൈസേഷനും എമർജ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു കാലഘട്ടം മുതൽ നമ്മൾ ഇന്ന് കാണുന്ന ചൈന, ഈ ഒരു കാലഘട്ടം വരെ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കണ്ടിന്യൂസ് ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം BC 2100 കാലഘട്ടത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ എമർജ് ചെയ്ത് വരുന്നത് കേട്ടോ. അതായത് യെല്ലോ റിവറിനെ എലോങ് ആയിക്കൊണ്ട് BC 2100 ഇവിടെ ചൈനീസ് സിവിലൈസേഷൻ ഒറിജിൻ ചെയ്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ചൈനയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? യുണീക്ക് ആയിട്ടുള്ള ട്രഡീഷൻസ് കാണുന്നുണ്ട്, ഫിലോസഫീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യുണീക്ക് ഗവേണൻസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ചൈന നമ്മളുടെ രാജ്യമായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, അല്ലെ? ഇന്ത്യയുമായിട്ട് നയതന്ത്രപരമായിട്ട് ബന്ധങ്ങളുള്ള എന്നാൽ ചില സമയങ്ങളിലൊക്കെ യുദ്ധങ്ങളും മറ്റും നടക്കുന്ന നമ്മളുടെ അയൽ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മളുടെ ചൈനയുടെ ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയെ പോലെ തന്നെ ചൈനയും ഏഷ്യൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ വൻകരയിലെ ഈസ്റ്റ് ഏഷ്യൻ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചൈന നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതായത് ഈ യെല്ലോ റിവർ അതുപോലെ തന്നെ യങ്സെ റിവറിനെയൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട നദികളാണ് എവിടെയുള്ളത്? ചൈനയിൽ നിലവിലുള്ളത്. നമ്മളുടെ ഏഷ്യൻ വൻകരയിലെ ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ് അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്താണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. യെല്ലോ റിവറും അതുപോലെ തന്നെ യങ്സെ റിവറിനെയും ഒക്കെ ചുറ്റിപ്പറ്റിയാണ് ചൈന നിലകൊള്ളുന്നത്. നമുക്കറിയാം ചൈന നമ്മളുടെ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, അല്ലെ? ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏഷ്യൻ വൻകരയിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഏഷ്യൻ വൻകരയിലെ ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്തായിട്ടാണ് ചൈന നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ചൈന എന്ന് പറയുന്നത് യെല്ലോ റിവറിന്റെയും അതുപോലെ തന്നെ യങ്സെ റിവറിനെയും ചുറ്റിപ്പറ്റിയാണ് ചൈന നിലവിൽ ഉള്ളത്. അപ്പം ഈ ചൈനയ്ക്ക് ചില നാച്ചുറൽ ബാരിയേഴ്സുകൾ ഉണ്ട്. അതായത് പ്രകൃതിദത്തമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ചില വേലികൾ അല്ലെങ്കിൽ ചില ബാരിയേഴ്സുകൾ ആർക്കുണ്ട്? ചൈനക്കുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഹിമാലയം ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഹിമാലയം, ബംഗാൾ ഉൾക്കടൽ അതുപോലെ തന്നെ അറബിക്കടലൊക്കെ പറയുന്നത് പോലെ തന്നെ ചൈനയ്ക്കും ചില നാച്ചുറൽ ബാരിയേഴ്സുകളുണ്ട്. അതായത് മൗണ്ടെയിൻസുകളായിട്ടും ഡെസേർട്ടുകളായിട്ടും അതുപോലെ തന്നെ സീകളായിട്ടും ഒക്കെ ചൈനയ്ക്ക് എന്തുണ്ട്? ചില നാച്ചുറൽ ബാരിയേഴ്സുകൾ നിലവിലുണ്ട്. അപ്പം
ഈ പറയപ്പെടുന്ന ബാരിയേഴ്സുകൾ ഉള്ളതെല്ലാം കൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു, ചൈനയ്ക്ക് ചൈനയുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഐസൊലേഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ചൈനയിലുള്ള 2 റിവറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് യെല്ലോ റിവറും ഒന്ന് യങ്സെ റിവറും. ഈ 2 റിവർ വാലികൾ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണുകളുള്ള വാലികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 വാലികളും അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ യെല്ലോ റിവർ വാലികളൊക്കെ ചൈനയുടെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള റിവർ വാലികൾ കൂടിയാണ് കേട്ടോ. പ്രധാനമായിട്ടും മില്ലറ്റ്, ഇതുപോലെ തന്നെ റൈസ് പോലെയുള്ള കൃഷികൾക്കാണ് ചൈന ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. അപ്പം ഇതിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചൈനയിലെ റിവർ വാലീസുകൾ, ഫെർട്ടൈൽ റിവർ വാലീസുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻസിലെ ഡൈനാസ്റ്റിക് റൂൾ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും 5 ഡൈനാസ്റ്റികളാണ് ഏൻഷ്യന്റ് ചൈനയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രാചീന ചൈന എങ്ങനെയായിരുന്നു, ഒരു കിങ്ഡം കൂടി ആയിരുന്നു അല്ലെ. പല കിങ്ഡംസുകൾ ഉണ്ടായിരുന്ന ഒരു എംപയർ എവിടെ ഉണ്ടായിരുന്നു, ഒരു ഡൈനാസ്റ്റി എവിടെ ഉണ്ടായിരുന്നു, ഏൻഷ്യന്റ് ചൈനയിൽ ഉണ്ടായിരുന്നു. അപ്പം 5 മേജർ കിങ്ഡംസുകളാണ് എവിടെ ഉണ്ടായിരുന്നത്, ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചൈനീസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നത് ഏൻഷ്യന്റ് കാലഘട്ടങ്ങളിൽ. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഷിയ ഡൈനാസ്റ്റിയാണ്. BC 2100 മുതൽ BC 1600 വരെയാണ് ഇവിടെ ഷിയ ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ചൈനയിലെ ചൈനീസ് ഹിസ്റ്ററിയിലെ തന്നെ ഫസ്റ്റ് ലെജൻഡറി ഡൈനാസ്റ്റിയാണ് ഷിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇന്നും ആ ഒരു കാര്യത്തിൽ ചില ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഏൻഷ്യന്റ് ചൈനയിലെ ഫസ്റ്റ് ലെജൻഡറി ഡൈനാസ്റ്റിയാണ് ഏത്, ഷിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷാങ് ഡൈനാസ്റ്റിയാണ്. ഈ ചൈനീസ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ഷാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. BCE 1600 മുതൽ BC 1046 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഷാങ് ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ഹിസ്റ്റോറിക്കലി കൺഫേംഡ് ഡൈനാസ്റ്റിയാണ് കേട്ടോ. അതായത് നമ്മളുടെ നിലവിലുള്ള ഈ ചൈനീസ് സിവിലൈസേഷനിലെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കലി കൺഫേംഡ് ഡൈനാസ്റ്റിയാണ് ഷാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഒറാക്കിൾ ബോൺസുകളും ബ്രോൺസ് കാസ്റ്റിങ്ങിലും ഒക്കെ ഏറ്റവും പേരുകെട്ട ഏറ്റവും ഓൾഡസ്റ്റ് ഡൈനാസ്റ്റി കൂടിയാണ് ഈ ഷാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സൂ ഡൈനാസ്റ്റിയാണ്. BC 1046 മുതൽ BC 256 വരെയാണ് സൂ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഡൈനാസ്റ്റിയാണ് ആദ്യമായിട്ട് ഒരു മാൻഡേറ്റ് ഓഫ് ഹെവൻ ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ചൈനയിലെ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈ ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കിങ്ഡം ആയിരുന്ന അല്ലെങ്കിൽ ഡൈനാസ്റ്റി ആയിരുന്ന സൂ ഡൈനാസ്റ്റിയാണ്. ദെൻ നാലാമത്തേതെന്ന് പറയുന്നത് ക്വിൻ ഡൈനാസ്റ്റിയാണ്. ചൈനയിലെ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡൈനാസ്റ്റിയാണ് ഇവിടെ ക്വിൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. BC 221 മുതൽ BC 206 വരെയാണ് ക്വിൻ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ചൈനയെ ഒരു എംപററിന്റെ ഉള്ളിൽ ആദ്യമായിട്ട് യൂണിഫൈഡ് ചെയ്യുന്നത് ഇവിടെ ക്വിൻ ഡൈനാസ്റ്റിയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ മൗര്യൻ എംപയർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു മെജോറിറ്റി, ഒരു വാസ്റ്റ് ടെറിട്ടറിയെ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു എംപയറിന്റെ കീഴിൽ ആദ്യമായിട്ട് യൂണിഫിക്കേഷൻ നടത്തിയത് ആരായിരുന്നു, മൗര്യൻ എംപയർ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു ആദ്യമായിട്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ ഏൻഷ്യന്റ് ചൈനീസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്ന സമയത്ത് ചൈനയെ ഒരു വാസ്റ്റ് എംപയറിന്റെ കീഴിൽ ആദ്യമായിട്ട് ചൈനയെ യൂണിഫൈഡ് ചെയ്യുന്നത് ഈ ക്വിൻ ഡൈനാസ്റ്റിയിലെ ക്വിൻ ഷി ഹുവാങ് എന്ന് പറയുന്ന എംപറർ ആയിരുന്നു, രാജാവായിരുന്നു. അപ്പം ഈ ക്വിൻ ഡൈനാസ്റ്റി തന്നെയാണ് ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചിട്ടുള്ളതും. നമുക്കറിയാം 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്നത്. അപ്പം ഈ ചൈനയിലെ വൻമതിൽ ആദ്യമായിട്ട് നിർമ്മിച്ചതും ആരാണ്, ക്വിൻ ഷി ഹുവാങ് എന്ന് പറയുന്ന ക്വിൻ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു. കൂടാതെ ചൈനീസ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചൈനീസ് ജനതയ്ക്ക്
ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റൈറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ കറൻസി, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെൻറ്റുകളെല്ലാം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ പറയപ്പെടുന്ന ക്വിൻ ഡൈനാസ്റ്റിയാണ്. അപ്പം ക്വിൻ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മളിതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സുകളിലൂടെ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പറയുവാനുള്ള പോയിന്റ്സുകൾ ഇതൊക്കെ തന്നെയാണ്. യൂണിഫൈഡ് ചൈന അണ്ടർ ക്വീൻ ഷി ഹുവാങ്, അതായത് ഏൻഷ്യൻ ചൈനക്കാരെ അല്ലെങ്കിൽ ചൈനീസ് ജനതയെ ആദ്യമായിട്ട് ഒരു എംപററിന്റെ കീഴിൽ യൂണിഫൈഡ് ആക്കുന്നത് ഈ ക്വിൻ ഡൈനാസ്റ്റിയാണ്. അതല്ലെങ്കിൽ ക്വിൻ ഡൈനാസ്റ്റിയിലെ ക്വിൻ ഷി ഹുവാങ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അതുകൂടാതെ തന്നെ ചൈനയിലെ ഗ്രേറ്റ് വാൾ, ദെൻ കൂടാതെ സ്റ്റാൻഡേർഡൈസ്ഡ് റൈറ്റിംഗ് സിസ്റ്റം, സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം, സ്റ്റാൻഡേർഡൈസ്ഡ് കറൻസി, ഇതെല്ലാം ചൈനയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ക്വിൻ ഡൈനാസ്റ്റിയാണ്. കിട്ടിയല്ലോ. ഇനി ഇത് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ ചൈനീസ് ഡൈനാസ്റ്റിയാണ് ഹാൻ ഡൈനാസ്റ്റി. CE 206 BCE 206 മുതൽ CE 220 വരെയാണ് ഇവിടെ ഈ ഹാൻ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹാൻ ഡൈനാസ്റ്റിയുടെ കീഴിലാണ് ഈ ചൈനീസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു എംപയർ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ടെറിട്ടറി കൂടുതൽ വിശാലമാക്കുന്നത്, കൂടാതെ സിൽക്ക് റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതും കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന ഏൻഷ്യൻ ചൈനീസ് റിലീജിയനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുമൊക്കെ ഈ ഹാൻ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടത്തിലാണ്. ഓക്കെ, അതായത് നിലവിൽ ധാരാളം മറ്റ് 4 ഡൈനാസ്റ്റികൾക്കും പുറമെ ആ ഒരു എംപയറിനെ കൂടുതൽ ടെറിട്ടോറിക്കലി കൂടുതൽ വാസ്റ്റ് ആക്കുന്നത്, കൂടുതൽ എക്സ്പാൻഡ് ചെയ്തതും, ചൈനയിലെ സിൽക്ക് റോഡ് ഡെവലപ്പ് ചെയ്തതും, ഏൻഷ്യൻ ചൈനീസ് റിലീജിയൻ ആയിരുന്ന കൺഫ്യൂഷനിസത്തെ പ്രൊമോട്ട് ചെയ്തതുമൊക്കെ ഈ പറയപ്പെടുന്ന ഹാൻ ഡൈനാസ്റ്റി ആയിരുന്നു. ദെൻ ഇനി നമ്മൾ ഈ ചൈനീസ് സിവിലൈസേഷൻ്റെ അകത്തുള്ള സൊസൈറ്റി ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏതൊരു എംപയറും എങ്ങനെയാവും, അവിടെ ഒരു സോഷ്യൽ ഹയറാർക്കി ഉണ്ടാകും അല്ലെ, ഒരു സാമൂഹിക ക്രമം എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഏൻഷ്യൻ ചൈനീസ് സിവിലൈസേഷനും ഒരു സോഷ്യൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ടും 5 ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ 5 ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതൊരു രാജ്യം അല്ലെങ്കിൽ ഏതൊരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഏതൊരു കിങ്ഡം എടുക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും തലപ്പത്ത് ആരായിരിക്കും? തീർച്ചയായിട്ടും രാജാവ് തന്നെയായിരിക്കും അല്ലെ. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഏൻഷ്യൻ ചൈനീസ് സിവിലൈസേഷനിലും ഏറ്റവും തലപ്പത്ത് ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു. ഈ രാജാവ് എങ്ങനെയാണ്? ഒരു ഡിവൈൻ പവറുള്ള റൂളർ ആണെന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ എല്ലാ തരത്തിലുമുള്ള അബ്സല്യൂട്ട് പവറും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നതും ഈ രാജാവിൽ തന്നെയായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് നോബിൾസ് ആൻഡ് സ്കോളേഴ്സുകളാണ്. അതായത് ഇവരെങ്ങനെയാണ്? ഇവർ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സുകളാണ്, കൺഫ്യൂഷൻ ഒഫീഷ്യൽസുകൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷനിസം എന്ന് പറയുമ്പം ഈ ഏൻഷ്യൻ ചൈനീസിലെ അല്ലെങ്കിൽ ഏൻഷ്യൻ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീജിയൻ ആയിരുന്നു കൺഫ്യൂഷനിസം എന്ന് പറയുന്ന റിലീജിയൻ. ഓക്കെ, അപ്പം ഈ കൺഫ്യൂഷനിസ്റ്റിൽ മതത്തിനകത്ത് പെടുന്ന മത നേതാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാരായിരുന്നു പ്രധാനമായിട്ടും ഈ നോബിൾസ് ആൻഡ് സ്കോളേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടായിരുന്നവർ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു എഡ്യൂക്കേറ്റഡ് ക്ലാസ്സുകളായിരുന്നു, കൺഫ്യൂഷൻ ഒഫീഷ്യൽസുകളും കൂടിയായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. ഇനി മൂന്നാമത്തേത് പെസന്റുകളാണ് കേട്ടോ. നമ്മൾ ഏതൊരു രാജ്യം എടുക്കുമ്പോഴും അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? പെസൻസുകളാണ് അല്ലെ. അപ്പം അതുപോലെ തന്നെ ഈ ഏൻഷ്യൻ ചൈനയിലെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരായിരുന്നു? പെസൻസുകൾ തന്നെയായിരുന്നു. അപ്പം ഇവരൊക്കെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കൂടിയായിരുന്നു ഈ പെസൻസുകൾ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ കാറ്റഗറി ആർട്ടിസൻസ് ആൻഡ് മെർച്ചൻസുകളാണ്. അപ്പൊ നമുക്കറിയാം ഒരു എക്കോണമി നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ അഗ്രികൾച്ചർ മാത്രമല്ല മറ്റ് വർക്കുകളും ഉണ്ടാകും അല്ലെ. അപ്പം അങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെ മെർച്ചൻസുകളും ആർട്ടിസൻസുകളും ഒക്കെ ചെയ്യുന്നത്. അത് എല്ലാ സൊസൈറ്റിയിലും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മെർച്ചൻസും അതുപോലെ തന്നെ ആർട്ടിസൻസുമാണ്. അപ്പം ഈ ആർട്ടിസൻസും മെർച്ചൻസുമാണ് ഇവിടെ ഈ ഏൻഷ്യൻ ചൈനയിലെ എക്കോണമിക് കോൺട്രിബ്യൂഷൻ നൽകുന്നത്. അതുപോലെ തന്നെ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ചൈനീസ് സിവിലൈസേഷനിലെ
ഏറ്റവും ലോവസ്റ്റ് സ്റ്റേറ്റസ് ഉണ്ടായിരുന്ന ഒരു കൂട്ടരും കൂടി ആരായിരുന്നു? ഈ മെർച്ചൻസും അതുപോലെ തന്നെ ആർട്ടിസൻസും ആയിരുന്നു. ഏറ്റവും താഴത്തെ ലെവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ് സോളിജേഴ്സ് ആൻഡ് സ്ലേവ്സ് എന്ന് പറയുന്നത്. അതായത് സോൾജേഴ്സ് എന്തിനാണ് നമുക്ക് ആവശ്യം? ഒരു രാജ്യത്തിലെ ഒരു കിങ്ഡത്തിലെ ഒരു എസെൻഷ്യൽ ഇൻ മിലിറ്ററി ആണ് ഇവിടെ സോൾജേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ സ്ലേവ്സുകൾ എന്താണ്? ലേബർ പ്രൊജക്റ്റില് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ആരാണ്? ഇവിടെ സ്ലേവ്സുകളാണ്. അപ്പൊ പല തരത്തിലാണ് സ്ലേവ്സുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ സ്ലേവ്സുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യുദ്ധ തടവുകാരായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ലേവ്സുകൾ ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിൽ അഞ്ച് രീതിയിലാണ് അല്ലെങ്കിൽ 5 കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ സോഷ്യൽ ഹൈറാർക്കിയെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് എംപറർ ആണ്. ഈ എംപററിന് ഒരു ഡിവൈൻ സ്റ്റേറ്റസ് ആണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഒരു അബ്സല്യൂട്ട് പവർ ഹോൾഡ് ചെയ്തിരുന്ന വ്യക്തിയും ആരായിരുന്നു? ഈ എംപറർ തന്നെയായിരുന്നു. രണ്ടാമത്തേത് നോബിൾസ് ആൻഡ് സ്കോളേഴ്സുകളാണ്. ഇവർ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സുകളാണ്. കൂടാതെ കൺഫ്യൂഷൻ ഒഫീഷ്യൽസ് കൂടിയായിരുന്നു ഇവര്. മൂന്നാമത്തേത് ആരായിരുന്നു? പെസൻസുകളാണ്. ഈ പെസൻസുകളായിരുന്നു മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ദേ ആർ വർക്ക്ഡ് ഇൻ എവിടെയായിരുന്നു? അഗ്രികൾച്ചറൽ ഫീൽഡിലായിരുന്നു ഈ പെസൻസുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാലാമത്തേത് ആർട്ടിസൻസ് ആൻഡ് മെർച്ചൻസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ചൈനീസ് എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസുകൾ നൽകിയിരുന്ന കൂട്ടരായിരുന്നു ഇവിടെ മെർച്ചൻസുകളും ആർട്ടിസൻസുകളും എന്ന് പറയുന്നത്. പക്ഷേ സമൂഹത്തിലെ ലോ സ്റ്റേറ്റസ് ആയിരുന്നു ഈ മെർച്ചൻസിനും ആർട്ടിസൻസിനും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന കാറ്റഗറിയാണ് സോൾജേഴ്സ് ആൻഡ് സ്ലേവ്സ് എന്ന് പറയുന്നത്. മിലിറ്ററിയിലും ലേബർ പ്രൊജക്റ്റിലും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളവരായിരുന്നു ഈ സോൾജേഴ്സ് ആൻഡ് അതുപോലെ തന്നെ സ്ലേവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനിലെ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്നത് പറയുവാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനിലെ റിലീജിയൻ ആൻഡ് ഫിലോസഫിയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഒരു റിലീജിയൻ സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് കൺഫ്യൂഷനിസം ആണ്. രണ്ടാമത്തേത് താവോയിസം ആയിരുന്നു കേട്ടോ. കൂടാതെ ലീഗലിസം, ആൻസസ്റ്റർ വർഷിപ്പ് പോലെയുള്ള മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഈ ആൻഷ്യന്റ് ചൈനീസ് ജനതയ്ക്ക് ഇടയിലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കൺഫ്യൂഷനിസം പറയുന്ന സമയത്ത് BC 551 ടു BC 479 കാലഘട്ടങ്ങൾക്കിടയിലായിട്ടാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു റിലീജിയൻ അല്ലെങ്കിൽ കൺഫ്യൂഷനിസം എന്ത് ചെയ്യുന്നത്? എമർജ് ചെയ്ത് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു കൺഫ്യൂഷനിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും എംഫസൈസ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? എത്തിക്സ്, ഹൈറാർക്കി, ഫിലിയൽ പോയട്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ BCE 551 BCE 479 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് കൺഫ്യൂഷനിസം ഫൗണ്ട് ചെയ്യുന്നത്. അപ്പം ഈ കൺഫ്യൂഷനിസം ഏറ്റവും കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ എംഫസൈസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? എത്തിക്സിനും ഹൈറാർക്കിക്കും അതുപോലെ തന്നെ ഫിലിയൽ പൈറ്റിക്കുമാണ് കേട്ടോ. ദെൻ മറ്റൊന്നാണ് ദാവോയിസം എന്ന് പറയുന്നത്. അതായത് താവോയിസം എന്നും ഡാവോയിസം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം ലാവോസിയാണ് ഇവിടെ ദാവോയിസം ഫൗണ്ട് ചെയ്യുന്നത്. അപ്പം ഈ ദാവോയിസം എന്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? ഹാർമണി വിത്ത് നേച്ചർ അതുപോലെ തന്നെ ബാലൻസിങ്ങിനുമാണ് ഇവിടെ ഈ ദാവോയിസം ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. മറ്റൊന്നാണ് ലീഗലിസം എന്ന് പറയുന്നത്. അപ്പം ഈ ലീഗലിസവും ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ റിലീജിയനുമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഫിലോസഫിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ലീഗലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഷ് ലോ ആൻഡ് സ്ട്രിക്റ്റ് ഗവേണൻസ് ആണ്. ലീഗലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാർഷ് ലോ ആൻഡ് സ്ട്രിക്റ്റ് ഗവേണൻസിനെയാണ് ഇവിടെ ലീഗലിസം എന്നതുകൊണ്ട് ആൻഷ്യന്റ് ചൈനീസ് ജനത ഉദ്ദേശിക്കുന്നത്. അപ്പം ക്വിൻ ഡൈനാസ്റ്റിയാണ് ഈ ലീഗലിസം എന്ന് പറയുന്ന ഫിലോസഫിയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊന്നാണ് ആൻസസ്റ്റർ വർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ആൻസസ്റ്റേഴ്സിന്, മുൻഗാമികൾക്ക് റിച്വൽസിലൂടെയും മറ്റു ഓഫറിങ്സിലൂടെയും നമ്മൾ അവരെ വേർഷിപ്പ് ചെയ്യുന്നു, ആരാധിക്കുന്നു. അതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? സുഖകരമായ ജീവിതം ലഭിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഈ ആൻഷ്യന്റ് ചൈനീസ് ജനതകൾക്ക് ഇടയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ആൻഷ്യന്റ് ചൈനീസ് റിലീജിയൻ ആൻഡ് ഫിലോസഫി പറയുന്ന സമയത്ത് അത് പറയുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. 1 കൺഫ്യൂഷനിസം, 2 ദാവോയിസം,
3 ലീഗലിസം, 4 ആൻസെസ്റ്റർ വർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അച്ചീവ്മെന്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഒരു പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളവയാണ്. ഇവയ്ക്കെല്ലാം തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ ചൈനീസ് സിവിലൈസേഷനും അവർക്കും അവരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് സിസ്റ്റം, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ലോഗോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് ഇവിടെ ചൈനീസ് സിവിലൈസേഷൻ്റെതായിട്ട് വരുന്നത്. അതായത് അതിലെ ക്യാരക്ടേഴ്സ് ഇന്നും ചൈനീസ് ജനത അവരുടെ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആൻഷ്യന്റ് ചൈനീസ് സ്ക്രിപ്റ്റ് ഒന്നുകൂടി മോഡിഫൈ ചെയ്തെടുത്തതാണ് ഇന്നും അവർ യൂസ് ചെയ്യുന്ന ചൈനീസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്ന ഈ ലോഗോഗ്രാഫിക് സ്ക്രിപ്റ്റുകളെ തന്നെയാണ് ഇന്നും ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ മറ്റൊന്നാണ് സിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു സിൽക്ക് റോഡുകളുടെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ കാലത്താണ്. ആൻഷ്യന്റ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യാപാര പാത കൂടിയായിരുന്നു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ സിൽക്ക് റൂട്ടിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ അകത്താണ്. കൂടാതെ സിൽക്ക് പ്രൊഡക്ഷനും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻ കാലഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ. അപ്പം ഒരു സീക്രട്ടീവ് സിൽക്ക് മേക്കിംഗ് ടെക്നിക്സ് ഇവർക്ക് അറിയാമായിരുന്നു. കൂടാതെ സിൽക്ക് റോഡ് ട്രേഡിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ ചൈനീസ് ജനത തന്നെയായിരുന്നു. മൂന്നാമത്തേതാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അല്ലെങ്കിൽ ചൈനയിലെ വൻ മതിൽ എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രധാനമായിട്ടും അതായത് ക്വിൻ ഡൈനാസ്റ്റിയാണ് ഈ ഒരു ചൈനീസ് വൻമതിൽ പണിയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് പണിയുന്നത്? അതായത് ഫോറിൻ ഇൻവേഡേഴ്സിന്റെ ആക്രമണത്തിൽ നിന്നും ചൈനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നോർത്തേൺ ഇൻവേഡേഴ്സിന്റെ ആക്രമണങ്ങളിൽ നിന്നും ചൈനയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിൻ ഡൈനാസ്റ്റി ഇവിടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊന്നാണ് പേപ്പറിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ലോകത്താദ്യമായിട്ട് പേപ്പർ ഇൻവെന്റ് ചെയ്യുന്നത് ചൈനയിലെ ഹാൻ ഡൈനാസ്റ്റി ആയിരുന്നു. മറ്റൊന്നാണ് ഗൺ പൗഡർ, കോമ്പസ്, പ്രിന്റിംഗ് ആൻഡ് അതുപോലെ തന്നെ പോഴ്സലിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ പറയപ്പെടുന്ന ഗൺ പൗഡർ ആയിക്കോട്ടെ, കോമ്പസ് ആയിക്കോട്ടെ, പ്രിന്റിംഗ് ആയിക്കോട്ടെ, പോഴ്സലൈൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്നതും പിന്നീട് ഇതെല്ലാം തന്നെ ഗ്ലോബൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് മാറുന്നതും ആര് മുഖേനയാണ്? ഈ പറയപ്പെടുന്ന ആൻഷ്യന്റ് ചൈനീസ് ജനത മുഖേന ആണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? റൈറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, സിൽക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, സിൽക്ക് റൂട്ട് വരുന്നുണ്ട്, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന വരുന്നുണ്ട്, അതുപോലെ തന്നെ പേപ്പർ ഇൻവെൻഷൻ വരുന്നുണ്ട്, ഗൺ പൗഡർ, കോമ്പസ്, പ്രിന്റിംഗ് ആൻഡ് പോഴ്സലിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ അച്ചീവ്മെന്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആണ്. ഇനി നമ്മൾ ഈ ചൈനീസ് സിവിലൈസേഷന്റെ എക്കോണമി ആൻഡ് ട്രേഡിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവരുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് എന്താണ്? ബാക്ക് ബോൺ ആയിട്ടുള്ള അഗ്രികൾച്ചർ അല്ലെ. എല്ലാ സിവിലൈസേഷന്റെയും ബാക്ക് ബോൺ ഏതായിരുന്നു? അഗ്രികൾച്ചർ തന്നെയായിരുന്നു. അപ്പം അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോൺ ഓഫ് എക്കോണമി എന്ന് പറയുന്നതും ഏതായിരുന്നു? തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെ ആയിരുന്നു. അപ്പോൾ മില്ലറ്റ്, റൈസ്, വീറ്റ്, ടീ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ മറ്റൊന്നാണ് സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. അതായത് ചൈനയെ മിഡിൽ ഈസ്റ്റുമായിട്ടും ഇന്ത്യയുമായിട്ടും റോമുമായിട്ടും ഒക്കെ ട്രേഡിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യിപ്പിച്ചിരുന്നത് എന്തായിരുന്നു? ഈ ചൈനക്കാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന സിൽക്ക് റൂട്ട് ആയിരുന്നു. മറ്റൊന്നാണ് ബ്രോൺസ് ആൻഡ് അയൺ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആയിട്ടാണ് ആദ്യം തുടക്കമിട്ടത് എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇവിടെ അയൺ മെറ്റലർജി വരുന്നുണ്ട്. അപ്പം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റൽ വർക്ക്, അതായത് വെപ്പൺസിനും ടൂൾസിനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റൽ വർക്ക് അല്ലെങ്കിൽ മെറ്റലർജി ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബ്രോൺസിന്റെയും അയണിന്റെയും ഒക്കെ മെറ്റലർജി ഈ ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻസിൽ ഉണ്ടായിരുന്നു.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ ഡിക്ലൈനെ കുറിച്ചിട്ടാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു, കൂടാതെ എക്സ്റ്റേണൽ ത്രെട്ടനിങ്സുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻവേഷൻസുകളും ഈ ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അവിടെ നമ്മൾ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ പറയുന്ന സമയത്ത് കറപ്ഷൻസുകൾ വരുന്നുണ്ട്, വീക്ക് റൂളേഴ്സുകൾ വരുന്നുണ്ട്, പെസന്റ് അപ്രൈസിങ്സുകളൊക്കെ വരുന്നുണ്ട്. ദെൻ ഇൻവേഷൻസുകൾ പറയുന്ന സമയത്ത് നൊമാഡിക് ഗ്രൂപ്പ്സുകളായിട്ടുള്ള മംഗോൾസുകളും ജിങ്കുനു പോലെയുള്ള നൊമാഡിക് ഗ്രൂപ്പ്സുകളുടെ ത്രെട്ടനിങ്സുകൾ, ഭീഷണികൾ ചൈനീസ് സിവിലൈസേഷന്റെ ഇൻസ്റ്റെബിലിറ്റിക്ക് തന്നെ കാരണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിനൊരു എൻഡ്യൂറിങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതായത് ചൈനീസ് ലാംഗ്വേജ് ആയിക്കോട്ടെ, കൺഫ്യൂഷൻ വാല്യൂസുകൾ ആയിക്കോട്ടെ, ഇവരുടെ പൊളിറ്റിക്കൽ ഐഡിയാസുകൾ ആയിക്കോട്ടെ, അതെല്ലാം ഇവർ കൊണ്ടുവന്ന പുതിയ പുതിയ ഇൻവെൻഷൻസുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് വേൾഡ് ഹിസ്റ്ററിയെ തന്നെ ഇന്നും സ്വാധീനിച്ചിട്ടുള്ള പല ഘടകങ്ങളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ആൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെഗസി ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെയാണ്? ലാംഗ്വേജ് ആയിക്കോട്ടെ, കൺഫ്യൂഷൻ തോട്ടുകൾ, കൺഫ്യൂഷൻ വാല്യൂസുകൾ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ഐഡിയാസുകൾ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗൺ പൗഡർ, അതുപോലെ തന്നെ പേപ്പർ പോലെയുള്ള പല ഇൻവെൻഷൻസുകളും ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻവെൻഷനുകൾ ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏൻഷ്യന്റ് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിലായിട്ട് പറയുവാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്